ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഓരോ ദിവസവും പുതിയ ആളുകളുടെ പേരാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലയിൽ വീഴാത്ത ആരും തന്നെ ഇല്ലെന്നതാണ് പരമാർത്ഥം. ചലച്ചിത്ര താരം ജയറാം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി വരെയുണ്ട് ആ പട്ടികയിൽ. സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് പാർലമെന്റിന് മുന്നിൽ പാരടി ഗാനമേള നടത്തിയതിന് പിന്നാലെയാണ് ബൂമറാങ് പോലെ വിവാദം ഹൈക്കമാൻഡിനെയും പിടിമുറുക്കിയത്. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ കൊട്ടുകൊടുക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാതിരുന്ന UDF ആരോപണം സോണിയാഗാന്ധിയിലേക്ക് വന്നപ്പോൾ മൗനം പാലിക്കുകയാണ്. പാർലമെന്റിന് മുന്നിലും എവിടെ ചെന്നാലും സ്വർണം കട്ടത് സഖാക്കളാണെന്ന് പാടി നടന്ന കോൺഗ്രസ് പ്രവർത്തകർ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറയുന്നില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതെന്തിനെന്നും സന്ദർശന വേളയിൽ പോറ്റി നൽകിയ സമ്മാനം എന്തെന്നും സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അതിനിടയിൽ കേൾക്കുന്ന മറ്റൊരു വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നാണ്. ഇത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ വിവാദങ്ങൾ ആരംഭിച്ചിരുന്നു. ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവരുടെ എല്ലാം വിവരങ്ങൾ SIT അന്വേഷിച്ചു വരികയാണ്. അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫോട്ടോകൾ പുറത്തുവരുന്നത്. ആ ചിത്രങ്ങളിൽ അടുത്തിടെ ചോദ്യം ചെയ്ത ഗോവർദ്ധനും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു പലരുമുണ്ട്. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഒരിക്കൽ മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സന്ദർശന വേളയിൽ പോറ്റി സമ്മാനിച്ച രാഖി ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഉയരുന്നുമുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതിനായി SIT തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പോറ്റി തട്ടിപ്പ് നടത്തിയോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഉന്നതരുടെ ബന്ധങ്ങൾ കൂടി അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മറ്റൊരു പ്രതിയായ ഗോവർദ്ധനും സോണിയാഗാന്ധിയുമായി ബന്ധമുണ്ടെന്ന് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഈ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPM നേതാക്കളും ആവശ്യപ്പെട്ടതോടെയാണ് സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം ദീർഘിപ്പിക്കാൻ SIT ഒരുങ്ങുന്നതെന്നാണ് സൂചന. നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരുൾപ്പെടെയുള്ളവരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി A. പത്മകുമാറും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ അടക്കം 9 പേരാണ് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. നിലവിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് SIT ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും പ്രതികളുമായുള്ള ബന്ധത്തെ ചൊല്ലി രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്.